നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോഴിക്കോട് തടമ്പാട്ടു താഴത്ത് വൃദ്ധ സഹോദരിമാരെ കൊലപ്പെടുത്തിയ കേസിൽ സഹോദരൻ പ്രമോദിനെ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഹോദരൻ പ്രമോദിന്റെ മൃതശരീരം കണ്ടെത്തി. സഹോദരൻ പ്രമോദ് കഴിഞ്ഞ ദിവസം രാത്രി തന്നെ ഫറോക്ക് പാലത്തിൽ നിന്നും ആത്മഹത്യ ചെയ്തു എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. 62 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പുരുഷന്റെ മൃതശരീരം ലഭിച്ചിരുന്നു എന്ന വിവരം ലഭിച്ചതിന് പിന്നാലെ തന്നെയാണ് കഴിഞ്ഞ ദിവസം CCTV ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു. ഇതുമായി താരതമ്യം ചെയ്യുമ്പോഴാണ് ഇത് പ്രമോദിന്റെ തന്നെ ആകാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതലെന്ന് വ്യക്തമാവുകയാണ്. പ്രമോദ് എത്തിയ സ്ഥലങ്ങളിലെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുന്നിടയിലാണ് പ്രമോദിന്റെ മരണം ഇപ്പോൾ പുറത്തുവരുന്നത്. സഹോദരിമാരെ പരിചരിക്കാൻ കഴിയാത്തതിനാൽ കൊലപാതകം നടത്തിയെന്നാണ് പോലീസിന്റെ നിഗമനം. ശ്രീജയ, പുഷ്പലളിത എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഇവരെ കൊലപ്പെടുത്തിയതിനു ശേഷം ഒരു പക്ഷേ ഇയാൾ ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് പോലീസിന് തന്നെ തോന്നിയിരുന്നു. കാരണം ബന്ധുക്കളായൊന്നും തന്നെ അത്ര അടുപ്പമില്ല. മാത്രമല്ല മറ്റ് ചെയ്യാനായി, അതായത് ഇയാൾ വിവാഹം കഴിച്ചിട്ടില്ല, കുട്ടികളില്ല, ആരും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ചെയ്യാൻ മറ്റൊന്നും ഇല്ലാത്തതിനാൽ തന്നെ ഒരു പക്ഷേ ആത്മഹത്യയിലേക്ക് തന്നെ കടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് വ്യക്തമായിരുന്നു. ലുക്കൌട്ട് നോട്ടീസ് അടക്കം ഇയാൾക്കെതിരെ പുറപ്പെടുവിച്ചിരുന്നു. 3-ാം ദിവസമാണ് ഇയാളെ മരിച്ച നിലയിൽ ഇപ്പോൾ കാണപ്പെടുന്നത്. ഇന്നും ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ് എന്ന വാർത്തകളൊക്കെ വന്നതിന് പിന്നാലെയാണ് ഇപ്പോഴത്തെ ഇദ്ദേഹത്തിന്റെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്തിനാണ് സഹോദരിമാരെ ഇയാൾ കൊന്നത് എന്ന ചോദ്യത്തിന് ഇതുവരെയും കൃത്യമായ ഉത്തരം ലഭിച്ചിട്ടില്ല. പക്ഷേ കയ്യിൽ പണമില്ല എന്ന് പറയുമ്പോഴും സ്വത്ത് വിറ്റുകെട്ടിയ, ഇവരുടെ കുടുംബ സ്വത്തുക്കൾ വിറ്റുകെട്ടിയ പണം ഇവരുടെ കയ്യിൽ തന്നെ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ബാങ്ക് അക്കൗണ്ടിൽ ലക്ഷങ്ങൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ആരോഗ്യ വകുപ്പിൽ ജോലി ചെയ്തിരുന്ന ശ്രീജയയുടെ പെൻഷൻ കാശാണ് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ ഇവർ ഉപയോഗിച്ചിരുന്നത്. 3 വർഷമായി ഈ തടമ്പാട്ടു താഴത്തെ വാടക വീട്ടിലാണ് പ്രമോദും വൃദ്ധ സഹോദരിമാരും താമസിച്ചിരുന്നത്. ഫറോക്ക് പാലം ജംഗ്ഷനിലാണ് പ്രമോദിന്റെ മൊബൈൽ ടവർ ലൊക്കേഷൻ അവസാനിച്ചത്. ഇവിടെ നിന്ന് തന്നെ ചാടി മരിക്കാനുള്ള സാധ്യതയാണ് ഉണ്ടായത് എന്നാണ് വ്യക്തമാകുന്നത്. ഈ പ്രദേശത്ത് ഉൾപ്പെടെ പോലീസ് വിശദമായ തെരച്ചിൽ നടത്തുന്നതിനിടയിലാണ് ഈ മൃതശരീരം ലഭിക്കുന്നത്. കൊലപാതകം കഴിഞ്ഞ 3 ദിവസമാകുമ്പോഴാണ് സഹോദരനെ മരണവിവരം ഇപ്പോൾ പുറംലോകം അറിയുന്നത്. കൊലപാതകം ചെയ്ത ശേഷം പുലർച്ചെ 5 മണിയോടുകൂടി വീട്ടിൽ നിന്ന് ഇറങ്ങിയ പ്രമോദ് കോഴിക്കോട് കാരാമ്പറമ്പിലൂടെ നടന്നു പോകുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. കൊലപാതകത്തിന് ശേഷം പുലർച്ചെ 5 മണിയോടെ ബന്ധുക്കളെ ഫോണിൽ വിളിച്ച് മരണവിവരം അറിയിച്ച ശേഷമാണ് പ്രമോദ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. സഹോദരിമാരും സഹോദരനും തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഉള്ളതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നാണ് അയൽവാസികൾ പറയുന്നത്. ഫോൺ പുഴയിൽ ഉപേക്ഷിച്ച ശേഷം പ്രമോദ് രക്ഷപ്പെട്ടിരിക്കാമെന്ന സൂചനയാണ് ലഭിച്ചിരുന്നത് എന്നെങ്കിലും ഫോണിനോടൊപ്പം തന്നെ പ്രമോദും പുഴയിലേക്ക് എടുത്ത് ചാടിയിരുന്നു എന്നാണ് വ്യക്തമാകുന്നത്. ട്രെയിൻ മാർഗം മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുവരെ പോലീസ് അന്വേഷിച്ചിരുന്നു. പ്രതിക്കായി പോലീസ് നേരത്തെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. സഹോദരിമാരായ ശ്രീജയയുടെ പുഷ്പലളിതയുടെയും ആരോഗ്യ പ്രശ്നങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കാരണമുണ്ടായ മാനസിക സംഘർഷമാകാം കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. 2 പേരും ശ്വാസം മുട്ടിയാണ് മരിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. വിവാഹം കഴിക്കാതെ ജോലി ഉപേക്ഷിച്ച സഹോദരിമാർക്ക് വേണ്ടി 62 വയസ്സ് വരെ ജീവിതം നീക്കിവെച്ചയാളാണ് പ്രമോദ്. പ്രായമായ ശ്രീജയ അവശനിലയിലാണെന്നും പുഷ്പലതയ്ക്ക് പ്രായാധിക്യത്തിന്റെ അസുഖങ്ങൾ ഉണ്ടെന്നും പറയാറുണ്ടെന്നും അയൽവാസികൾ പറയുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ ഇയാളും മരിച്ചിരിക്കുന്നത്.